ഈ ശാപങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുക? മാതാവാണ് ഏറ്റവും വലിയ ഗുരു. അത് കഴിഞ്ഞിട്ടില്ലേ ബാക്കിയൊക്കെ വന്നു. മാതാപിതാ ഗുരു ദൈവം. ദൈവം നാലാമതേ വരുന്നു. അത്രേ ഉള്ളൂ. നാരായണ ഗുരുദേവന് ജാതി സ്പിരിറ്റ് ഒന്നും ഇല്ലാട്ടോ, ഒന്നും ഉണ്ടായില്ല. പക്ഷെ പറ്റുന്ന പിൻഗാമികൾക്കാണ്. ജാതി ഇല്ലായിരുന്നല്ലോ നാരായണ ഗുരുദേവൻ, ജാതി ഉണ്ടാവരുതെന്നല്ലേ അദ്ദേഹം പറഞ്ഞു. അതെ അതെ. സ്ത്രീ ശാപാണെങ്കിൽ ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുടെ ബ്രഹ്മലക്ഷത്തിൽ പാൽപ്പായസം കൊടുത്തു പൂർവികമായിട്ട് വന്നിട്ട് അങ്ങനെ എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇതില്ലെങ്കിൽ ഇത് തലമുറയായി കൈമാറ്റം ചെയ്യും. നമ്മൾ മാറ്റിയില്ലെങ്കിൽ തലമുറയായിട്ട് വന്നിരിക്കുന്ന പ്രശ്നം. അവിടെ നിന്നും സർപ്പരാജഹോമം ചെയ്യില്ല, പാൽപ്പായസോമേ ചെയ്യുള്ളൂ. അതുപോലെ ഈ ശാപങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുക? അത് നമുക്ക് കവടി വയ്ക്ക് പറയാലോ. കബഡി ജാതകത്തിൽ ശാപം ഉണ്ടെങ്കിൽ നമ്മൾ ജനിക്കുമ്പോഴതാ. അത് ജനിക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ മാനസികാവസ്ഥ പോലെ ഉണ്ടാവണം. പക്ഷെ നമുക്ക് അല്ലാതെ ശാപം കിട്ടിയിട്ട് നമുക്ക് കവടി വയ്ക്ക് പറയാം. കാരണം ഒരു നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് നമുക്കൊരു ഗുണം കിട്ടുന്നില്ല, നമ്മൾ എന്തൊക്കെ നന്മ ചെയ്തിട്ട് ഒരു ഫലം കിട്ടുന്നില്ല. അപ്പൊ നമ്മളൊരു ജ്യോതിഷയുടെ അടുത്ത് പോയി നോക്കുമ്പോൾ അറിയാം. നമുക്ക് ദൈവാധീനമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇന്ന് ശാപം കിട്ടിയിട്ടെന്ന് പറയും. അതറിയാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് അത് ഞാൻ ചോദിക്കുന്നത്? ഇപ്പം ഒരാൾ ഇപ്പോൾ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്, വന്നിട്ട് അയാളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അമ്മ തന്നെയാണോ ഇത് നോക്കുന്നത്? അതായത് എന്തെങ്കിലും ശാപങ്ങളാണോ ഇതിന്റെ പിന്നിലെന്ന് അതോ അവര് പറയുമോ? അവര് പറയില്ല, അവർക്കറിയില്ലല്ലോ ശാപാണോ എന്താണെന്ന് അറിയില്ലല്ലോ. അവർക്കിപ്പോ ബുദ്ധിമുട്ട്, ബിസിനസ് തകർന്നു, മറ്റേതാ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒന്നുകിൽ അവരുടെ ഗ്രഹനില നോക്കും. ഗ്രഹനില നോക്കിയിട്ട് സമയം മോശമാണെങ്കിൽ, ഇപ്പൊ സമയദോഷമൊക്കെ ഉണ്ടാവും. അതായത് ചൊവ്വാദശയില് ശനിയുടെ അപഹാരം, ശനിദശയിൽ ചൊവ്വയുടെ അപഹാരം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ മോശം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ പരിഹാരം പറയും. ഇതെല്ലാം നല്ല ശുക്രദശയിൽ നല്ല സമയമൊക്കെയാണ്. എന്നിട്ട് അവർക്ക് ഒരു പുരോഗമനം ഇല്ലെങ്കിൽ നമ്മൾ കവടി വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇന്ന് ശാപം കിട്ടിയിട്ടുണ്ട്. ഗ്രഹനില പ്രകാരം നല്ല സമയമാണെങ്കിലും അവർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ലെങ്കിലാണ് നമുക്കറിയാൻ പറ്റും. അപ്പൊ നമുക്കറിയാൻ പറ്റും. പിന്നെ മാതാപിതാക്കൾക്ക് കൊടുക്കാത്ത ആൾക്കാരുണ്ട് ഇപ്പൊ ന്യൂ ജനറേഷൻ. മാതാപിതാക്കൾ നോക്കില്ല. അപ്പൊ കാര്യം പറയാം, അവർക്കുണ്ടല്ലോ, അത് വേറെ. അവർക്കുണ്ടോ ഇല്ലെന്നല്ല, മാതാപിതാക്കളുടെ അനുഗ്രഹം മേടിക്കാം. ഒന്നുകിൽ അവരെ പിറന്നാളിന് ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഓണം വിഷുവൊക്കെ വരുമ്പോൾ ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ വിശേഷം വരുമ്പോൾ. അപ്പോൾ എന്തായാലും വർഷത്തിലൊരിക്കെങ്കിലും മാതാപിതാക്കൾക്ക് വസ്ത്രങ്ങൾ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചാലേ അതിന് ഗുണം ഉണ്ടാവുള്ളൂ. അത് സത്യമാണ്, ഗുരുത്വം കിട്ടുന്നത്. മാതാവാണ് ഏറ്റവും വലിയ ഗുരു. അത് കഴിഞ്ഞിട്ടില്ലേ ബാക്കിയൊക്കെ വന്നു. മാതാപിതാ ഗുരു ദൈവം. അത്രേ ഉള്ളൂ. മാതാവാണ് ഏറ്റവും വലിയ ഗുരു. നമ്മളെ വലുതായിട്ട് കണ്ടാൽ അമ്മയല്ലേ. ഇപ്പൊ നമ്മൾ ചീത്തയായാലും ആരെ പറയാ? അമ്മയെ പറയും. ഈ ചിലരുണ്ടമ്മേ, ഞാൻ പണ്ട് ഈ വേറെ ചാനൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കോട്ടയത്തുള്ള ഒരു സ്ഥാപനത്തിന്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഫ്ലാറ്റുകളാണ്. അപ്പം നല്ല 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടൽ സംവിധാനമുള്ള ഫ്ലാറ്റുകൾ. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മക്കളൊക്കെ വിദേശ രാജ്യത്താണ്, വീട്ടിൽ പ്രായമായ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഈ സാധാരണ രീതി നമ്മൾ അനാഥാലയം എന്നല്ലേ കേട്ടിട്ടുള്ളത്, കൊണ്ടുവന്നാക്കിയിട്ട് പോകുന്നത്. ഇതങ്ങനെയല്ല. അപ്പം ഹോം നേഴ്സിനൊക്കെ കിട്ടാൻ പാടാണല്ലോ. ഇതൊരു ഫ്ലാറ്റ് വാങ്ങുകയോ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്യും. അവരവിടെ ആക്കി കഴിഞ്ഞാൽ ഇവർക്ക് ആഹാരം, ഷെയർ ഹോമാണ്. പക്ഷെ അതിന്റെ വേറൊരു കൺസെപ്റ്റിലാണ്, ഹാപ്പി ഹോം സെറ്റപ്പാണ്. അതായത് 5 സ്റ്റാർ ഫെസിലിറ്റിയാണ്. AC, ആശുപത്രി, എല്ലാ ഫ്ലോറിലും നേഴ്സിംഗ് അസിസ്റ്റൻസ്. ഞാൻ ആദ്യം ആലോചിച്ചു, അയ്യോ ദൈവമേ, ഇത് എന്തിനാ, ഇതൊരു വേറൊരു അനാഥാലയമാണല്ലോ. പക്ഷെ എനിക്ക് എൻ്റെ ഓഫീസ് നമ്പറും കൂടി അതിനകത്തുള്ളത് കൊണ്ട് ഒരു 100 കണക്കിന് പേരാണ് എൻക്വയറി ആയിട്ട് വിളിച്ചത് റേറ്റ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിലൊരാളോട് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, രോഹിത് അതിനെ അങ്ങനെ കാണേണ്ട ആവശ്യമുണ്ടോ? ഞാനും എൻ്റെ ഭാര്യയും മക്കളും വിദേശത്താണ്, അച്ഛനും അമ്മയും വരില്ല. അച്ഛനും അമ്മയും അവർക്ക് കേരളത്തിൽ നിൽക്കുന്നതാണ് ഇഷ്ടം, വിളിച്ചാലും വരില്ല, കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളും ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? വീട്ടിൽ നോക്കാൻ വേറെ ആരും ഇല്ല, ഞാൻ ഒറ്റ മോനാണ്. അപ്പൊ ഇതിലൊരു ഫ്ലാറ്റ് വാങ്ങി അവരെ താമസിപ്പിച്ചാൽ ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോഴും അവരുടെ കൂടെ നിൽക്കാം, ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട്. എങ്കിൽ പോലും സ്വന്തം വീടും മക്കളെയൊക്കെ വിട്ട് മാറി നിൽക്കുന്നത് എത്രമാത്രം സന്തോഷകരമാകുന്ന കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞു വന്ന കൂട്ടത്തില് ഇത് പെട്ടെന്ന് ഓർത്തപ്പം പറഞ്ഞതാണ്. ഈ അച്ഛനെ അമ്മയെ നോക്കാത്ത മക്കളെ പറ്റി പറഞ്ഞുകൊണ്ടേ. അല്ല, അത് തെറ്റില്ല. കാരണം അവർക്ക് നിവൃത്തിയില്ല നോക്കാൻ. അതെ, അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ വീട്ടിൽ ഒറ്റയ്ക്കുന്ന എല്ലാ ആൾക്കാർ കൊല്ലൊക്കെ ചെയ്ത് അറിയാൻ പറ്റില്ല. വേലക്കാരെ വിശ്വസിച്ച് നിർത്താൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് കൊന്നിട്ട് പോകും. അത് തെറ്റില്ല. അവർ ഉൾക്കൊണ്ടാൽ മതി, സന്തോഷമായിട്ട്. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചു, ശരി, എന്റെ അച്ഛനും അമ്മയും നാട്ടിലൊറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ ആലോചിച്ചു, നമ്മുടെ വീട്ടിലാണ്, സ്വന്തം വീട്ടിലാണ്. സഹോദരി അടുത്ത് തന്നെയാണ്, കുഴപ്പമില്ല. സഹോദരി അടുത്ത് തന്നെ, മീൻസ് ജോലിയുടെ ഭാഗം അവളുടെ ഹസ്ബൻഡ് വീട്ടിലാണെങ്കിൽ പോലും ഓടിയെത്തും. ഞാനും പറ്റുന്ന ദിവസങ്ങളിൽ ആഴ്ചകളിലൊക്കെ ഓടിപ്പോറുണ്ട്. പക്ഷെ വിളിച്ചാൽ വരില്ലെന്നേ. അവരൊക്കെ വേറൊരു രീതിയിലാണ്. ഇപ്പൊ എറണാകുളത്ത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ ട്രീറ്റ്മെന്റ് നമുക്ക് എറണാകുളത്ത് ചെയ്യാം, അമ്മയ്ക്ക് കൈവേദന, നമുക്ക് അവിടെ വീടെടുക്കാം, ആലോചിക്കാം, നോക്കാം എന്നേ പറയത്തുള്ളൂ. അത് ചില പഴയ ആൾക്കാരെങ്കിലും അറ്റാച്ച്ഡ് ആയിരിക്കും വീട്ടിൽ.
വീട് നാട് ഇതാണ് പ്രശ്നം. അതുണ്ടായിരിക്കും. പിന്നെ അമ്പലം അത് ഇത് എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ മറ്റേ നേരത്തെ പറഞ്ഞ തെറ്റില്ല. കാരണം അവർക്ക് ഇപ്പം UK-ലാണ്, സ്വിറ്റ്സർലാൻഡിലാണ്, അമേരിക്കയിലാണ്. എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? ഇത് നാട്ടിലാണല്ലോ. ഇത് നാട്ടിലല്ല. ഇവരെ കൊണ്ടുപോകാനും പാടാണ്. 6 മാസം നിർത്താൻ പറ്റുള്ളൂ. എന്ത് ചെയ്യും അപ്പോൾ തെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പം ഈ നമ്മൾ ആ ബാക്ക് മീഡിയ തുടങ്ങി 100% സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നു. ഇപ്പൊ എല്ലാ മീഡിയ പ്രൊഡക്ഷൻ കമ്പനികളും സ്പിരിച്വൽ ചാനലുകൾ തുടങ്ങുന്ന ഒരു ട്രെൻഡാണ്. ഒരുപാട് പേരായി. ഇപ്പൊ ഞാൻ നമ്മുടെ സ്ഥിരമായി വന്നിരുന്ന പല അതിഥികളെയും വിളിക്കും. ഇന്ന് അവിടെ ഷൂട്ട് ഉണ്ടായത്, ഇവിടെ ഷൂട്ട് ഉണ്ടായതൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷം. കാരണം നമ്മളിപ്പോ അമ്മയെ ഒരാൾക്ക് വിളിക്കണമെങ്കിലും അമ്മയുടെ നമ്പർ നമ്മൾ വെച്ചിട്ടുണ്ട്, വിളിക്കുക, അമ്മയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോവാ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനിന്ന് കഴിഞ്ഞ ദിവസം വ്യാസൻ ഇവിടെ വന്നപ്പോൾ വ്യാസനോട് പറഞ്ഞു, എല്ലാവരും ഇപ്പൊ ഒരുപാട് ചാനലായിരുന്നു. വ്യാസം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചെയ്യട്ടെ വ്യാസ, നല്ലതല്ലേ. കാരണം നമ്മൾ എന്തിനാണ് ഇത് തുടങ്ങിയത്? ഇങ്ങനെയും കുറെ സംവിധാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ആളുകൾ ഏറ്റെടുക്കണം, എല്ലാവരിലേക്കും എത്തണം. അത് അതിന്റെ പൂർണ്ണമായ പരിശുദ്ധിയോടുകൂടി എല്ലാവരും ചെയ്യട്ടെ. അപ്പൊ ഞാനിങ്ങനെ പറയായിരുന്നു, നമുക്കൊരു പുതിയ പദ്ധതി തുടങ്ങണം. ഞാനിങ്ങനെ കുറച്ചു പേരുമായിട്ട് ആലോചിച്ചിട്ട് ഒരു വലിയ പദ്ധതി, ഒരു സ്പിരിച്വൽ ഡെസ്റ്റിനേഷൻ പോലെ ഒരു സ്ഥലം. അതായത് അതിൽ ഉള്ള ഒന്നാണ് ഈ ഇത്തരം എന്താ പറയാ, അടച്ചുപൂട്ടിയ മുറികളിൽ വലിയ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലാതെ പോയിരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഏത് മതത്തിലുള്ളവരായാലും അവർക്ക് വന്നാൽ രാവിലെ അവർക്ക് യോഗ, മെഡിറ്റേഷൻ, അതുപോലെ ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ക്ഷേത്രം, നിസ്കരിക്കണമെങ്കിൽ അതിനുള്ള സ്ഥലം, പ്രാർത്ഥന വേണമെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അതിനുള്ള സ്ഥലം, നല്ല ക്ഷേത്രക്കുളങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു വിശാലമായൊരു സംവിധാനം. അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ ജ്യോതിഷം പഠിക്കാനുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, റേക്കി പഠിക്കാനുള്ള ക്ലാസ് ഉണ്ടാവണം, ടാരോ പഠിക്കാനുള്ള ക്ലാസ് ഉണ്ടാവണം. നമ്മൾ ഈ കേട്ട് പറഞ്ഞ നമ്മൾ എന്തൊക്കെ കൺസെപ്റ്റുകളാണോ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത്, ഈ കൺസെപ്റ്റുകളെ എല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു വലിയ ഏരിയ. അങ്ങനെ ഒരു പദ്ധതി, ചെറിയ പദ്ധതി അല്ല, വലിയ പദ്ധതി പറ്റുമെങ്കിൽ ആലുവയിൽ എവിടെയെങ്കിലും. ആലുവയുടെ പ്രത്യേകത നാരായണനും ശങ്കരനും ഒരുപോലെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്തിനോട് ഇത് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ സ്ഥലത്ത് നോക്കാം, കൊല്ലത്ത് നോക്കാം. കൊല്ലത്തൊക്കെ ആകുമ്പോൾ നല്ല സ്ഥലങ്ങൾ നമുക്ക് അറിയാവുന്നവരുടെയൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളെ സഹായിക്കാനൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. പക്ഷെ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആലുവയാണ്. ആലുവയ്ക്കുള്ള ഒരു ഗുണം, ഞാൻ കഴിഞ്ഞ ദിവസം അദ്വൈതാശ്രമത്തിൽ ഇന്റർവ്യൂവിന് പോയപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചത്. എന്തുകൊണ്ടായിരിക്കും നാരായണ ഗുരുദേവൻ വർക്കല കഴിഞ്ഞിട്ട് ആലുവയിൽ വന്നിട്ട് ഒരു ആശ്രമം സ്ഥാപിച്ചത്? ആലുവ ഒരു വല്ലാത്ത സ്പിരിച്വൽ പവർ ഉള്ള മണ്ണാണ് അല്ലെ. അമ്മയൊക്കെ ആലുവ ജനിച്ചു വന്ന ആളാകുമ്പോ അമ്മയ്ക്ക് നാരായണ ഗുരുസ്വാമി എന്റെ അമ്മമ്മയുടെ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ അമ്മമ്മയുടെ അച്ഛൻ ജോത്സ്യനായെന്ന് പറഞ്ഞില്ലേ, കൊട്ടാര ജോത്സ്യൻ, അദ്ദേഹത്തിനോട് വന്നിട്ടുണ്ട്. ഓ ശരി. വന്ന് ഇരുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പൊളിച്ചു കളഞ്ഞു. അയ്യോ, ഉണ്ടായിരുന്നു. അതൊക്കെ പഴയ വീടല്ലേ, പഴയ വീടായിരുന്നു. അതൊക്കെ പൊളിച്ചു കളഞ്ഞപ്പോ പോയത്. തിണ്ണയൊക്കെ ഉണ്ടായിരുന്നു ഇരുന്ന സ്ഥലത്ത്. നമുക്ക് പ്രത്യേകം തോന്നിയിട്ടാണ് വരുന്നപ്പോ, എന്നാലും ഉണ്ടായിരുന്നു. നാരായണ ഗുരുദേവന് ജാതി സ്പിരിറ്റ് ഒന്നും ഇല്ലാട്ടോ, ഒന്നും ഉണ്ടായില്ല. പക്ഷെ പറ്റുന്ന പിൻഗാമികൾക്കാണ്. ജാതി ഇല്ലായിരുന്നല്ലോ നാരായണ ഗുരുദേവൻ, ജാതി ഉണ്ടാവരുതെന്നല്ലേ അദ്ദേഹം പറഞ്ഞു. അതെ അതെ, അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം ഒന്നും ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കബഡി വെച്ചു, ഒരാൾക്ക് ശാപമാണ് അയാളുടെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ എന്തായിരിക്കും അതിന്റെ ഒരു പരിഹാരം ഉണ്ട് അതിന്. അതായത് ഇപ്പൊ ഏത് തരത്തിലുള്ള ശാപമാണ് നമ്മൾ മനസ്സിലാക്കണം, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ശാപത്തിന് പരിഹാരമായിട്ട് അതെന്താ ചെയ്യണമെന്ന് പറയും. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ബ്രാഹ്മണ ശാപമെന്ന് നയിക്കാം. അപ്പോൾ എന്ത് പറയും? ബ്രാഹ്മണ ശാപം. ആ ബ്രാഹ്മണ ശാപം ഏത് രീതിക്ക് വന്നു വെച്ചാൽ, അപ്പോൾ ഒരു ബ്രാഹ്മണന് നമ്മൾ ദാനം കൊടുക്കാൻ പറയും. അല്ലെങ്കിൽ കാല് കഴിച്ചുവിട്ട് ബ്രാഹ്മണ പോയി. ഇനിയിപ്പോൾ ദമ്പതി ശാപം വരും. ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഇപ്പം പെൺകുട്ടി പോയി, മകനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ അമ്മ അച്ഛനും മനസ്സ് വരും. അത് മാതാപിതൃ ശാപം വരും, അത് മാതൃശാപം വരും. ദമ്പതി ശാപം വരും, ദമ്പതികളെയൊക്കെ വേദനിപ്പിച്ച കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ദമ്പതികൾക്ക് നമ്മൾ ദാനം ചെയ്യും. അത് ചെറിയൊരു പൂജയൊക്കെ ചെയ്ത് ദാനം ചെയ്യും. പൂജ എന്ന് പറഞ്ഞാൽ വലിയ പൂജയൊന്നുമില്ല, ചെറിയ പൂജയൊക്കെ ചെയ്ത് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് വസ്ത്രമൊക്കെ കൊടുത്ത് ദാനം ചെയ്യും. ഇനിയിപ്പം അതല്ല, ഇനി വേറെ വല്ല പിന്നെ നീചമായിട്ട് വരികയാണെങ്കിൽ അത് ചെയ്ത് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഓരോ രീതിയിലുണ്ട്. ഇപ്പം ദേവി ഒരു സ്ത്രീ ശാപമാണെങ്കിൽ ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുടെ ബ്രഹ്മലക്ഷത്തിന് പാൽപ്പായസം കൊടുത്ത് പൂർവികമായിട്ട് വന്നിട്ടാണ്. അപ്പം അത് തീരും. അങ്ങനെ എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇത് തലമുറയായി കൈമാറ്റം ചെയ്യും. നമ്മൾ മാറ്റിയില്ലെങ്കിൽ തലമുറയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വർഷം. നാഗത്തിനെയൊക്കെ കൊന്നതാണ്. ഈ എണ്ണനാഗത്തിനെ കൊന്നു കഴിഞ്ഞാൽ സർപ്പരാജ ഹോമം തന്നെ ചെയ്യണം, വേറെ ഒന്നും ചെയ്തിട്ട് പരിഹാരമില്ല. അതെവിടെ ചെയ്യാം? സർപ്പരാജ ഹോമം ചെയ്യുന്ന ആൾക്കാരെ എനിക്കും അറിഞ്ഞൂടാ. ഉണ്ട്, പാലക്കാടൊക്കെ ഉണ്ട്, ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ നമ്മുടെ വെട്ടിക്കോട് ഒക്കെ ഉണ്ടാവുമല്ലേ, അവിടെ ഒന്നും സർപ്പരാജ ഹോമം ചെയ്യില്ല, പാൽപ്പായസ ഹോമം ചെയ്യുള്ളൂ. അത് പോരാ. സർപ്പരാജ ഹോമം, എണനാഗനെ കൊന്ന് സർപ്പരാജ ഹോമം ഞാൻ പാലക്കാട് ആളെ എനിക്കറിയാം, വേറെ എനിക്ക് അത്ര ഇവിടെ ഒന്നും കേട്ടിട്ടില്ലാരും. പാലക്കാടുള്ള ആളുടെ നമ്പർ തരാം. സർപ്പരാജ ഹോമം പുതിയ ഹോമം ഉണ്ട്. ഞങ്ങൾ വീഡിയോക്കൊന്നും വരില്ല കേട്ടോ, തിരക്കുള്ള ആളാണല്ലേ. കേരളത്തിലെ എല്ലാവരും
പൂജ ചെയ്യുന്ന അവിടെയാ. അത്ര നല്ല ആളാണ്. ശ്രമിച്ചു നോക്കാമല്ലോ നമുക്ക്. ശ്രമിച്ചു നോക്കാം, തരാം. നമുക്ക് കിട്ടില്ല എന്ന് കരുതിയ പല അതിഥികളെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദൈവസഹായം. അതെ, ഭയങ്കര പവറുള്ള ആള്, ഭയങ്കര പൂജയാണ് അങ്ങനെ. അപ്പൊ ഈ നാഗദോഷം മേടദോഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മള് ബാക്ക് മീഡിയയിൽ വാവാ സുരേഷിന്റെ ഒരു ഇന്റർവ്യൂ രാഹുൽ എടുത്തിരുന്നു. അതിൽ പുള്ളി പറഞ്ഞ പുള്ളിക്ക് നാഗങ്ങളാണ് ദൈവങ്ങൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. ഒരു നാഗത്തിന്റെ കടിയേറ്റ് മരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഒരു പ്രാവശ്യമല്ല, ഒരുപാട് തവണ. അദ്ദേഹം മുഴുവൻ അതിന് പിന്നീട് സീരിയസ് ആയി ആരും അറിയാഞ്ഞിട്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആന്റിയോനെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും. പക്ഷെ അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കൺസെപ്റ്റ് എന്താണെന്നറിയോ? നാഗാരാധന ആരംഭിക്കുന്നത് പണ്ട് കൃഷിയിടങ്ങളിൽ, പ്രത്യേകിച്ച് നെൽപ്പാടങ്ങൾ, കരനെല്ല് കൃഷി, ഇവിടെയൊക്കെ എലികൾ ഉണ്ടാവും. ഈ എലികളെ പിടിക്കാൻ പാമ്പുകൾ വരും. അത് എലികളെ ഭക്ഷിച്ചതിന് ശേഷം ഇവര് റെസ്റ്റ് എടുക്കും. അപ്പോൾ നല്ല വെയില് ഈ പൂത്തുലഞ്ഞ് നിൽക്കുമ്പോൾ ഉള്ളിലേക്ക് അടിക്കാത്തതുകൊണ്ട് അവിടെ ആശാൻ റെസ്റ്റ് എടുക്കും. അപ്പോൾ ഈ കർഷകര് ഇതറിയാതെ വന്ന് നെൽപ്പാടത്തിറങ്ങി പാമ്പുകളുടെ കടിയൊക്കെ ചെയ്യും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കർഷകർ എന്ത് ചെയ്തു? ഈ കരയില് ഈ മഞ്ഞളും പാലും കൊണ്ടുവെക്കാൻ തുടങ്ങി. അത് കൊണ്ടുവെക്കാൻ തുടങ്ങിയത് ഈ എലികൾ വന്ന് ഇതടിക്കാൻ വരുമ്പോഴത്തേക്ക് പാമ്പുകൾ വന്നിട്ട് അവിടെ നിന്ന് പിടിച്ചോണ്ട് പൊക്കോളും. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു സാധനമാണ്. എലിയെ ആകർഷിക്കാനാണ് ഈ പാലും മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നത്. അവിടെ നാഗങ്ങൾ വരും. അത് പിന്നീട് ആരാധനയായി മാറി, നാഗാരാധനയായി മാറി, നൂറും പാലും കൊടുക്കുന്ന സംവിധാനങ്ങളിലേക്ക് വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന നാഗാരാധനയുടെ കൺസെപ്റ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നാഗത്തിന്റെ നാടാണ് കേരളം. നാഗത്തിന്റെയാണ് മൊത്തം, നാഗത്തിന്റെ സ്ഥലമാണിത്. തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു പുറ്റ് കണ്ടാൽ അവിടെ പാലും വെള്ളിയാഴ്ച തോറും പാലും മഞ്ഞപ്പൊടി കൊണ്ടൊഴിക്കും. അവിടെ വലിയ അന്ധവിശ്വാസങ്ങളാണ്. അത് നമ്മുടെ ഈ ക്ഷേത്രങ്ങളും ഒക്കെ തൊട്ട് പല ആളുകളുടെ ഇപ്പോൾ പുള്ളവും പാട്ട് പാടുന്നവരുടെ നാഗാരാധന നടത്തുന്നവരുടെയൊക്കെ ഇന്റർവ്യൂകൾ നമ്മൾ എടുത്തപ്പോൾ പല കഥകൾ, പല ക്ഷേത്രങ്ങളും ഉണ്ടായ കഥകൾ. ഇപ്പം വെട്ടിക്കോട്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഭാര്യ ഇങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും നാഗത്തിൻ്റെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ വെട്ടിക്കോട്ട് കയറി. അവിടെ നിന്നാണ് പരശുരാമൻ മണ്ണ് വെട്ടിക്കൂട്ടി നാഗപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ്. ആദ്യത്തെ ക്ഷേത്രമാണ് വെട്ടിക്കോട്ട് നാഗരാജാവും മണ്ണാറശാല നാഗരക്ഷിയമ്മയും. കൺസെപ്റ്റാണ്. അപ്പം ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ പ്ലാനിങ്ങിലാണ്. ബാക്കിൽ കുറച്ചധികം കണ്ടന്റുകൾ, നല്ല കണ്ടന്റ്. അമ്മയ്ക്ക് സുഖമില്ല, എനിക്ക് സുഖമില്ല, രണ്ടുപേരും ക്ലൈമറ്റ് മോശമായതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ ശാപങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അമ്മയുടെ നമ്പർ കൊടുക്കാം. അമ്മയെ വിളിച്ച് ചോദിച്ചാൽ അമ്മ അത് ക്ലാരിഫൈ ചെയ്ത് തരും.